വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ തിരൂരങ്ങാടി പ്രസ് ക്ലബ്ബ് അംഗങ്ങളുടെ മക്കളെ തിരൂരങ്ങാടി പ്രസ് ക്ലബ്ബ് ആദരിച്ചു. കുട്ടികൾ വിദ്യ അഭ്യസിക്കുന്നതിനോടൊപ്പം ധാർമ്മികതയും ഉയർത്തിപ്പിടിക്കണമെന്ന് തിരൂരങ്ങാടി പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ആദരം പരിപാടി ഉദ്ഘാടനം ചെയ്ത് KT സാജിദ പറഞ്ഞു. ഇതൊന്നൊരു ആശങ്കയല്ല, പക്ഷേ പഴയ ആളുകൾ പറഞ്ഞ പോലെ ഒന്ന് മതി, നല്ലത് ആണെങ്കിൽ ഒന്നായാലും മതി അല്ലേ. എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാ തവണയും ആദരിക്കപ്പെടലുണ്ട്. ജീവിക്കൻ്റെ മക്കളെ എന്ന് പറയുമ്പോൾ, മൻസൂർഖൻ്റെ മക്കളെ എല്ലാ പ്രാവശ്യവും ആദരിക്കപ്പെടലുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കത് ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ്. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് UA റസാഖ് അധ്യക്ഷനായ ചടങ്ങിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി PRO CK ഷിജിത്ത് ഉപഹാര വിതരണം നടത്തി. ജന്മഭൂമി ലേഖകൻ AV ബാലകൃഷ്ണന്റെ മകൻ സോനു കൃഷ്ണൻ, ന്യൂസ് ഓൺ കേരളയുടെ ലേഖകൻ ഇക്ബാൽ PVയുടെ മകൾ ദിൽന ഷംറിൻ, കേരള ഭൂഷണം ലേഖകൻ മൻസൂർ അലി ചെമ്മാടിന്റെ മകൻ ഹമീം മുഹമ്മദ്, ന്യൂ ടൈംസ് ലേഖകൻ നിഷാദിന്റെ മകൾ K റന എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. ഒന്ന് വീണ്ടും വരാം, എല്ലാവരെയും കാണാം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ വന്നതാണ്. ഇങ്ങനെ ഒരു നല്ല ചടങ്ങിൽ, കാരണം കുട്ടികൾക്ക് വിജയം നേടിയ കുട്ടികളെ ആദരിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ബാക്കിയുള്ള എല്ലാ ആദരങ്ങളും എഴുതി പിടിപ്പിച്ച് മറ്റുള്ള ആളുകൾക്ക് വേണ്ടി പേന ഉന്തുന്ന അല്ലെങ്കിൽ ക്യാമറ ചലിപ്പിക്കുന്ന ആൾക്കാരാണ്. സ്വന്തം വീട്ടിലെ അല്ലെങ്കിൽ സ്വന്തം മക്കളെ നമ്മൾ മനസ്സറിഞ്ഞ് പലപ്പോഴും അഭിനന്ദിക്കാനുള്ള ഒന്നെങ്കിൽ സമയം കിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ മുതിരാറില്ല. ഇപ്പോൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരു A+ കിട്ടുമ്പോൾ ഒരു കൂടെ നിന്നൊരു സെൽഫി ഒക്കെ ഇടുമായിരിക്കും. അല്ലെങ്കിൽ ഒരു 4 ആൾ കാണുക ഒരു സദസ്സിൽ വെച്ച് അഭിനന്ദിക്കാനുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും മാധ്യമപ്രവർത്തകർക്ക് കിട്ടാറില്ല. അതിൻ്റെ ഒന്നാമത്തെ കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഷെഡ്യൂളില്ലാത്ത ജോലികളാണ്. 24 hours എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങൾ വന്നതോടുകൂടി. അപ്പോൾ ഇങ്ങനെ ഒരു അവസരത്തിൽ ഈ കുട്ടികളെ SSLC ഫുൾ A+ കിട്ടിയ ആൾക്കാരുണ്ട്, ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരുണ്ട്, +2 ഫുൾ A+ കിട്ടിയവരുണ്ട്. എല്ലാ ആളുകളെയും അവരുടെ മികച്ച വിജയത്തിൽ അഭിനന്ദിക്കുന്നു. പേരുകൾ ഇപ്പോൾ ഒരു ദിൽന, റന, സോനു, ഹമീം എല്ലാ ആളുകൾക്കും പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി രജസ്ഖാൻ മാളിയാട്ട് സ്വാഗതവും ട്രഷറർ ഷനീബ് മൂഴിക്കൽ നന്ദിയും പറഞ്ഞ ചടങ്ങിൽ ഹമീദ് തിരൂരങ്ങാടി, അഷ്റഫ് തച്ചറുപടിക്കൽ, മൻസൂർ അലി ചെമ്മാട്, മുസ്താഖ് കൊടിഞ്ഞി, PV ഇക്ബാൽ, AV ബാലകൃഷ്ണൻ, M അനസ്, KM അബ്ദുൽ ഗഫൂർ, നവാസ് മണ്ണാർക്കാട്, ഷൈബുൻ, ഫായിസ് തിരൂരങ്ങാടി, അഷ്റഫ് ചെമ്മാട് എന്നിവർ സംസാരിച്ചു. ഈ ചാനൽ ന്യൂസ് തിരൂരങ്ങാടി. എന്ത് രസമുള്ള വാക്കാണല്ലേ. ഒരുപക്ഷെ ഓരോ ആക്ടറും കേൾക്കാൻ കൊതിക്കുന്ന വിശേഷം. ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോഴും എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക? ഇത് ഡിഫറെൻ്റ് ആയിരിക്കണം, എനിക്ക് മാത്രം ചേരുന്ന ഒന്നാവണം, എന്തെങ്കിലുമൊക്കെ പുതുമ വേണം, ആളുകൾക്ക് ഇഷ്ടമാവണം, ലോകം പറയണം വാ വെർസറ്റൈൽ, സംതിങ് നെവർ സീൻ ബിഫോർ. നിങ്ങളും അത് തന്നെയല്ലേ ആഗ്രഹിക്കുക? സ്പെഷ്യൽ മൊമെന്റ്സിന് വേണ്ടി ജ്വല്ലറി തിരഞ്ഞെടുക്കുമ്പോൾ നെവർ സീൻ ബിഫോർ ഡിസൈൻസ്, നിങ്ങളുടെ സ്നേഹത്തോളം പ്യോർ ആൻഡ് പ്രഷ്യസ്, ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും വേഴ്സറ്റൈൽ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, ദി വേഴ്സറ്റൈൽ ജ്വല്ലറി.